What's up YouTube and welcome back to my channel. So friends, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ്. അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വീഡിയോ ഇട്ടൊരു ട്യൂട്ടോറിയലാണ്. ഞാൻ മുമ്പ് വെഗാസ് പ്രോൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഇട്ടെങ്കിലും ഇപ്പോൾ അടുത്ത് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് മുമ്പേ ഇറങ്ങി, പക്ഷേ ഞാൻ അടുത്താണ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നത് മൊവാവി വീഡിയോ എഡിറ്റർ. സോ നിങ്ങൾക്ക് ഇന്ന് അതിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, എനിക്ക് ആദ്യം തന്നെ ഈ മൊവാവി വീഡിയോ എഡിറ്ററിനെ പറ്റി പറയേണ്ടത് ഇതിൻ്റെ സെറ്റപ്പ് ഫയലിൻ്റെ സൈസാണ്. അത് അത്യന്തം സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ഫയൽ സൈസ് എന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ ഫിലിമോറ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ വെഗാസ് പ്രോ യൂസ് ചെയ്തിട്ടുണ്ട്, മറ്റൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഏകദേശം അതിൻ്റെ ഒരു സൈസ് എനിക്ക് അറിയാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഫിലിമോറയിൽ എനിക്ക് 250 MB എനിക്ക് സെറ്റപ്പ് ഫയൽ സൈസ് വരുന്നുണ്ട്. പിന്നെ വെഗാസ് പ്രോയിലാണെങ്കിൽ എനിക്ക് ഏകദേശം 1 GB എടുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ സെറ്റപ്പ് ഫയൽ സൈസ് ഇത് കണ്ടില്ലേ, ജസ്റ്റ് 67 MB മാത്രമേ ഇതിൻ്റെ സെറ്റപ്പ് ഫയൽ സൈസ് വരുന്നുള്ളൂ. അതിനാണ് ഇതിൻ്റെ പ്രത്യേകത വരുന്നതിൽ. പിന്നെ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം 250 MB വരുന്നുള്ളൂ. ബാക്കിയൊക്കെ 1 GB മുകളിൽ പോകുമെങ്കിൽ ഇത് ജസ്റ്റ് 250 അവിടെ നിന്നോളും. പിന്നെ വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് സൂപ്പർ സിമ്പിൾ എന്ന് പറയാം വീഡിയോ എഡിറ്റിങ്. ജസ്റ്റ് ഞാനിപ്പോൾ സാമ്പിൾ വീഡിയോസ് ഞാൻ ഇതിലേക്ക് കയറ്റാം. ഇപ്പം നമുക്കിപ്പോൾ കട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് കട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു കേഴ്സർ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയ ശേഷം ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, ഇപ്പോൾ നടുക്കുന്ന് ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ കേഴ്സർ കൊണ്ടുവച്ചിട്ട് ഇവിടുന്ന് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 2 പീസായി. ഇപ്പോൾ ഒന്ന് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കുക, ഡിലീറ്റായി. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു എഫക്റ്റ്, ഏതെങ്കിലും ഒരു എഫക്റ്റ്, ഞാൻ ഇപ്പോൾ ഈ ബ്രോക്കൺ ലെൻസാണ് കൊടുക്കുന്നില്ലേ, ജസ്റ്റ് ഇവിടെ എടുത്തിട്ട് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, പ്ലേ ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത്. നല്ല ഇതിൻ്റെ പ്രിവ്യൂ നല്ല സ്മൂത്താണ്, നല്ല അടിപൊളി സ്മൂത്താണ് അതിൻ്റെ പ്രിവ്യൂ വരുന്നുള്ളത്. പിന്നെ അടുത്ത് നമുക്കൊരു ട്രാൻസിഷൻ കൊടുക്കാം. ഇഷ്ടംപോലെ ട്രാൻസിഷൻ ഉണ്ടെന്ന്. ഞാനിപ്പോൾ ഒരു വാർ 3 വേവ്സ് തന്നെ ട്രാൻസിഷനാണ് കൊടുക്കുന്നില്ലേ, ഞാനിവിടെ ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഇപ്പോൾ ഇട്ടുകൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു സ്ഥലത്തായിരിക്കും ഇതിൻ്റെ പിന്നെ ട്രാൻസിഷൻ വരില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിൽ കൂടി ആക്കിയാൽ മതി. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. ഇത് കണ്ടില്ലേ, അയ്യോ അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ടെക്സ്റ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ എഫക്ട്സൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇതിൽ കണ്ടിട്ടില്ല. നമ്മുടെ ഫിലിമോറയിൽ ഇങ്ങനത്തെ എഫക്ട്സ്, ഇങ്ങനത്തെ കുറേ എഫക്ട്സ്, അതിലില്ലാത്ത എഫക്ട്സ് ഒക്കെ ഇതിലുണ്ട്. പിന്നെ ടെക്സ്റ്റ് നോക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ അതിലില്ലാത്ത കുറേ ടെക്സ്റ്റ് ഇതിലുണ്ട്. നമുക്ക് വേണ്ടുന്ന ടെക്സ്റ്റാണ്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബുകാർക്ക്, അതായത് ബേസിക് യൂട്യൂബേഴ്സിന് വേണ്ട ഒരു ബെസ്റ്റ് വീഡിയോ എഡിറ്റർ എന്ന് തന്നെ പറയാം മൊവാവി. ചിലപ്പോൾ ഹയർ എൻഡ് വലിയ പ്രൊഫഷണൽ ബ്ലോഗർമാർക്ക് അവർ ചിലപ്പോൾ പ്രീമിയർ, പിന്നെ ഫസ്റ്റ് കട്ട് പ്രോ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യും. പക്ഷേ നമുക്ക് ബേസ് ആയിട്ട് പോകുന്നവർക്കൊക്കെ, എന്നെ പോലത്തെവർക്കൊക്കെ ഈ മൊവാവി വീഡിയോ എഡിറ്റർ ധാരാളം. ഇത് ലോ ആൻഡ് പീസസിൽ നല്ല കിടിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ടൈറ്റിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഇവിടെ ടൈറ്റിൽ കൊടുക്കാം. ജസ്റ്റ് ഇവിടുന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു ട്രാൻസിഷൻ വരുന്നത് കണ്ടില്ലേ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ അടുത്തതിലുള്ളത് എലമെൻറ്റ്സ്. കുറേ വേണത്ര ഇഷ്ടം പോലെ എലമെൻറ്റ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഈ എന്ന ഇതിലൊരു എലമെൻറ്റ് ഇവിടെ ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തൊരു പ്രത്യേകത വരുന്നത് വീഡിയോ എൻഹാൻസ്മെൻറ്റ്. അത് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ക്രോപ്പ് ആൻഡ് കളർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഓട്ടോ കോൺട്രാസ്റ്റ് ഉണ്ട്. ജസ്റ്റ് അവിടെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി, കോൺട്രാസ്റ്റ് റെഡി. പിന്നെ മാജിക് എൻഹാൻസ് ഉണ്ട്. മാജിക് എൻഹാൻസ് എനിക്ക് അധികം ഇഷ്ടപ്പെടും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മാജിക് എൻഹാൻസ് എടുത്തിട്ട് വീഡിയോയിലേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ വരുന്നതിൽ ക്രോപ്പ് ആൻഡ് റൊട്ടേറ്റ്, ഓവർലേ, പിന്നെ പാൻ ആൻഡ് സൂം, പിന്നെ സ്റ്റെബിലൈസേഷൻ, ആനിമേഷൻ, ക്രോമാക്കി, എല്ലാം വലിയ പ്രൊഫഷണൽ എഡിറ്ററിൽ ഇല്ല എല്ലാ സാധനവും നമ്മളെ ഈ മൊവാവിയിൽ കിട്ടുന്നുണ്ട്. സിമ്പിളാണ്, ലൈറ്റാണ്, പവർഫുള്ളുമാണ്. അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി റെൻഡറിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ അത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഫയൽ സൈസിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് അതിൻ്റെ റെൻഡറിങ് സ്പീഡ് കൂട്ടാൻ വേണ്ടി സെറ്റിങ്സിൽ പോയിട്ട് പ്രിഫറൻസ് എടുത്തിട്ട് ആക്സലറേഷനിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഇൻ്റൽ ഗ്രാഫിക്സ് ആണ് യൂസ് ചെയ്തെങ്കിൽ ഇവിടെ ഇൻ്റൽ ഹാർഡ്വെയർ ആക്സലറേഷൻ എന്ന് പറഞ്ഞ സാധനം വരും. അത് അവിടെ നിങ്ങൾക്ക് ടിക്ക് ചെയ്താൽ മതി. NVIDIA അല്ലെങ്കിൽ NVIDIA, AMD അല്ലെങ്കിൽ AMD. പിന്നെ ഓപ്റ്റിമൈസ് HD ക്ലിപ്സ്, ഇതില്ലേ നമ്മുടെ ലോവർ എൻഡ് PC യൂസ് ചെയ്യുന്നവർ ഇത് ടിക്ക് ചെയ്തെടുക്കുന്നത് നല്ലത്. എന്താ വെച്ചാൽ
നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഈ മൊവാവിക്ക് വേണ്ട ഒരു പ്രിവ്യൂവിനനുസരിച്ച് അത് ഓപ്റ്റിമൈസ് ചെയ്യും. അത് ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമെങ്കിലും അത് പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. അത് ആയ ശേഷം നല്ല പക്ക പെർഫെക്റ്റ് സ്മൂത്ത് ആയിരിക്കും അതിൻ്റെ പ്രിവ്യൂ വരുന്നുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എക്സ്പോർട്ട് കാണിച്ചു തരാം. എക്സ്പോർട്ട് ഫീച്ചേഴ്സ് അതിൽ നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്: ക്വാളിറ്റി, ഗുഡ്, ഹൈയസ്റ്റ്. ഞാൻ എന്തായാലും ഹൈയസ്റ്റ് ആണ് കൊടുക്കുന്നില്ലേ. ഇപ്പോൾ പേര് നമുക്ക് എന്തുകൊണ്ട് പേര് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് മൈ പ്രൊജക്റ്റാണ് കൊടുക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഇല്ലേ, അവിടെ പോയിട്ട് ജസ്റ്റ് ഇവിടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പിന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ വീഡിയോ കോഡൊക്കെ റെസൊല്യൂഷൻ ഇതിൽ 4K വരെ കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രെയിം റേറ്റ് 120 FPS വരെ കിട്ടുന്നുണ്ട്. പിന്നെ ബിറ്റ് റേറ്റ്, ക്വാളിറ്റി, ചാനൽ, സ്റ്റീരിയോയും പിന്നെ സറൗണ്ട് സൗണ്ട് 5.1 ഉണ്ട്, സാമ്പിൾ റേറ്റ്. പിന്നെ ഞാനിപ്പോൾ എനിക്ക് വേണ്ട ഒരു കോൺഫിഗറേഷൻ ഇതിൽ ചൂസ് ചെയ്തില്ലേ. പിന്നെ നമുക്ക് വേറൊരു പ്രത്യേകത വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ ഡയറക്റ്റ് റെൻഡർ ചെയ്യാണ്ട് തന്നെ ഡയറക്റ്റ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പരിപാടിയുണ്ട്. നമുക്കിവിടെ ഷെയർ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ഇവിടെ 3 ഓപ്ഷൻ കാണും: വിമിയോ, ഡ്രൈവ്, യൂട്യൂബ്. ഞാനിപ്പോൾ യൂട്യൂബ് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിൽ വേണമെങ്കിൽ നമ്മളെ സാധാരണ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ ടൈറ്റിൽ, റെസൊല്യൂഷൻ, ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ കൊടുത്തിട്ട് ടാഗ്സ് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് അപ്ലോഡ് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അപ്ലോഡ് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ വീഡിയോ ഫയൽ എടുക്കുന്നു, ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുന്നു. എന്തായാലും ഒന്ന് റെൻഡർ ആവാൻ ഇത് എന്തായാലും കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ലോവർ എൻ്റെ PCs ആണെങ്കിലും അതിൻ്റെതായ കുറച്ച് പരിമിതികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് അത്ര പോലെ സമയം എടുക്കും. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇത്രയും സിമ്പിളാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലെ വീഡിയോ കാണാൻ വേണ്ടി മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.